മുഖ്യമന്ത്രി വി ഡി സതീശനും ഹെലികോപ്റ്ററും തമ്മിലുള്ള ബന്ധം വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാകുകയാണ്. ഇത്തവണ യാത്ര ഒരു ഔദ്യോഗിക പരിപാടിക്കല്ല, കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഹാരിസിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി കൊച്ചിയിൽ നിന്നും കൂർഗിലേക്ക് ഹെലികോപ്റ്ററിൽ യാത്ര തിരിച്ചത് എന്നാണ് റിപ്പോർട്ട്. മോശം കാലാവസ്ഥ കാരണം യാത്ര പൂർത്തിയാക്കാനായില്ല എന്നും ഹെലികോപ്റ്റർ കണ്ണൂരിൽ ഇറങ്ങിയ ശേഷം നെടുമ്പാശ്ശേരിയിലേക്ക് മടങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ട്. വിവാദം ഉയർന്നതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണവും നൽകി. ഇത് സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ അല്ല, കർണാടകയിലെ ഒരു സ്വകാര്യ വ്യക്തി അയച്ച ഹെലികോപ്റ്ററാണ്. യാത്രയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ പണം ചെലവായിട്ടില്ല. എന്നാൽ അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും അവസാനിക്കുന്നില്ല എന്നാണ് വിമർശകർ പറയുന്നത്. അതാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. മുഖ്യമന്ത്രി എന്നത് ഒരു സ്വകാര്യ വ്യക്തി മാത്രമല്ല, സംസ്ഥാനത്തിന്റെ ഭരണത്തലവനാണ്. ഒരു സ്വകാര്യ വ്യക്തി മുഖ്യമന്ത്രിയുടെ സ്വകാര്യ യാത്രയ്ക്കായി ഹെലികോപ്റ്റർ അയച്ചുവെങ്കിൽ ആരാണ് ആ വ്യക്തി? എന്തിനാണ് ഇത്രയും വലിയ സൗകര്യം ഒരുക്കിയത്? അതിന്റെ ചിലവ് എത്രയാണ്? മുഖ്യമന്ത്രി എന്ന ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാൾ ഇത്തരമൊരു സ്വകാര്യ ആധിപത്യം സ്വീകരിക്കുമ്പോൾ പാലിക്കേണ്ട സുതാര്യത എന്താണ്? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ലഭിക്കേണ്ടതുണ്ട്. കാരണം ഇത് ആദ്യത്തെ ഹെലികോപ്റ്റർ വിവാദമല്ല. ജൂലൈ 31 ഭാര്യ പിതാവിനെ ആശുപത്രിയിൽ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ സർക്കാർ ഹെലികോപ്റ്റർ യാത്ര വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. പിന്നീട് നിക്ഷേപകരെ കാണുന്നതിനും യാത്രയ്ക്ക് ഔദ്യോഗിക ലക്ഷ്യമുണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വിശദീകരണം വന്നിരുന്നു. ആ വിശദീകരണത്തെ തന്നെ CPM നേതാക്കൾ ചോദ്യം ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് ദിവസങ്ങൾ മാത്രം ഇപ്പോൾ വീണ്ടും ഒരു വിവാഹ ചടങ്ങിനായി ഹെലികോപ്റ്റർ യാത്ര. അതുകൊണ്ട് തന്നെയാണ് വിഷയം കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നേടുന്നത്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ഭരണാധികാരികളുടെ ഹെലികോപ്റ്റർ ഉപയോഗത്തെയും പൊതുപണത്തിന്റെ ദൂർത്തിനെയും ശക്തമായി ചോദ്യം ചെയ്ത നേതാവാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ യാത്രകൾക്കെതിരെ കോൺഗ്രസ് തന്നെ രാഷ്ട്രീയ ആയുധമാക്കിയ ചരിത്രങ്ങളുമുണ്ട്. അപ്പോൾ അധികാരം മാറുമ്പോൾ മാനദണ്ഡങ്ങളും മാറുമോ? പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഹെലികോപ്റ്റർ ആഡംബരത്തിന്റെ പ്രതീകം, ഭരണത്തിലെത്തുമ്പോൾ അത് സാധാരണ യാത്രാമാർഗം. ഈ ഇരട്ടത്താപ്പാണ് ഇന്ന് ചോദ്യം ചെയ്യേണ്ടത്. സർക്കാർ പണം ചെലവായില്ല എന്ന വിശദീകരണം പ്രധാനമാണ്. പക്ഷെ പൊതുജീവിതത്തിലെ ധാർമ്മികതയുടെ ഏക മാനദണ്ഡം സർക്കാർ ഖജനാവിൽ നിന്നും പണം പോയോ എന്നത് മാത്രമല്ല, ഒരു മുഖ്യമന്ത്രിക്ക് ആരൊക്കെ വില കൂടിയ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്നതും പൊതുജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുള്ള വിഷയമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി തുറന്നു പറയണം, ഹെലികോപ്റ്റർ ആരുടേതാണ്? യാത്രയുടെ മുഴുവൻ ചെലവ് വഹിച്ചത് ആരാണ്? ഈ സൗകര്യം സ്വീകരിച്ചതിന് പിന്നിൽ എന്തെങ്കിലും ഔദ്യോഗികമായോ വ്യവസായപരമോ ആയ ബന്ധങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ അതും വ്യക്തമായി പറയണം. വിവാദങ്ങളെ പരിഹസിച്ചും വിമർശനങ്ങൾക്ക് പുല്ലുവില കൊടുത്തും മുന്നോട്ട് പോകുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് എളുപ്പമായിരിക്കാം. പക്ഷെ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യതയിൽ നിന്നും ഹെലികോപ്റ്ററിൽ കയറി പറന്നു പോകാൻ കഴിയില്ല. കാരണം ഇവിടെ ചോദ്യം ഒരു യാത്രയെക്കുറിച്ചല്ല, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ രാഷ്ട്രീയ ധാർമ്മികത ഭരണത്തിലെത്തിയ ശേഷവും വി ഡി സതീശന് ബാധകമാണോ എന്നതാണ്. അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്.